Welcome to Mathematical Physics for MSc students. A Fourier analysisന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി നമുക്ക് ഈ ഫ്യൂരിയർ തിയറം ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് പറഞ്ഞാൽ എനി സിംഗിൾ വാല്യൂഡ് ഫങ്ഷൻ f of x is defined on the interval minus pi to pi. അതായത് ബ്രാക്കറ്റിനകത്ത് മൈനസ് പൈ കോമ പൈ may be represented by the trigonometric series a0 by 2 plus sigma over n equals 1 to infinity of an cos nx plus bn sin nx, where the expansion coefficients an equals 1 by pi integral minus pi to plus pi fx cos nx dx, where n equals 0, 1, 2, 3, etc. and bn equals 1 by pi integral minus pi to plus pi fx sin nx dx, where n equals 1, 2, 3, 4, etc. ആദ്യത്തെ കേസിൽ n കാണുമ്പോൾ അതിനകത്ത് എന്നിന് 0 വരുന്നുണ്ട്. ആ 0 ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് a0 കിട്ടും. അതവിടെ n ഈക്വൽസ് 0 എന്ന് പറയും. പക്ഷേ ഈ തിയറം കംപ്ലീറ്റ് അല്ല. ഫിലിയറിൻ്റെ പേരിൽ അറിയപ്പെടുന്നെന്നുള്ളേ ഉള്ളൂ. ബെർണോളി എല്ലാം കൂടെ ഒക്കെ വർക്കൗട്ട് ചെയ്തതാണ്. ഇത് ഒരു പക്ഷേ വേണമെങ്കിൽ അല്പം തെറ്റാണെന്നും പറയാം. ഇതൊരു ഫുൾ ഫ്ലെഷ്ഡ് തിയറമാക്കി മാറ്റി ഒരു പ്രൂഫും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഡിറിലെറ്റാണ്. അപ്പോൾ ഡിറിലെറ്റ്സ് തിയറം എന്താണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഡിറിലെറ്റ്സ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഫങ്ഷൻ ഈ ഫ്യൂരിയർ സീരീസായിട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് 5 കണ്ടീഷൻസ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഫങ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. 2, ഇറ്റ് മസ്റ്റ് ബി ബൗണ്ടഡ്. 3, there must be at most finite discontinuities. 4, there must be at most finite maxima and minima. 5, repetitive ആയിരിക്കണം ഇത്. f of x plus 2 pi equals fx. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ ഒരു സീരീസ് എസ് പി എക്സ് ഈക്വൽസ് a0 by 2 പ്ലസ് സിഗ്മ n ഈക്വൽസ് 1 to p ഓഫ് an cos nx plus bn sin nx converges to the function fx at values of where the function is continuous and converges to values fx plus fx minus the whole divided by 2 at points of discrepancies. ഇതാണ് ഡിറിലെറ്റ്സ് തിയറം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഡിറിലെറ്റ്സ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ ഫങ്ഷന് ഒരു വാല്യൂവേ ഉണ്ടാകാവൂ. അപ്പോൾ ഇത് സിംഗിൾ വാല്യൂഡാണ്. പക്ഷേ ഇത് സിംഗിൾ വാല്യൂഡ് അല്ല. എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എഫ് എക്സിന് ഇവിടെ 3 വാല്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഫിസിക്സുമായിട്ട് നമ്മൾ റിയാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയതിന് ചർച്ചകൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ സിംഗിൾ വാല്യൂഡ് ഫങ്ഷൻ നമുക്ക് റിയാലിറ്റി നമുക്ക് ആവശ്യമുള്ളത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൊസിഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ടൈമിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ ഒരു ടി വാല്യൂവിന് പല എക്സ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒരു സമയത്ത് തന്നെ ഒരു പാർട്ടിക്കിൾ പലയിടത്ത് പ്രത്യക്ഷപ്പെടുക എന്നുള്ള വിഡിത്തത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അത് സാധ്യമല്ല. ഇപ്പോൾ ഫങ്ഷൻ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഇത് വേവ് മോഷനിലൊക്കെ ഇത് ആപ്ലിക്കബിളാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ബൗണ്ടഡ് ആയിരിക്കണം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൻ്റെ രണ്ട് എക്സ്ട്രീമിലും ഫങ്ഷന് ഒരു ഫൈനൈറ്റ് വാല്യൂസ് ഉണ്ടാവണം. ഇൻഫിനിറ്റി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് പ്ലസ് പൈയിൽ ഫങ്ഷൻ്റെ വാല്യൂ പ്ലസ് എം, മൈനസ് പൈയിൽ മൈനസ് എം. അതായത് മോഡുലസ് ഓഫ് എഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഈ എക്സിൻ്റെ വാല്യൂ മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയ്ക്ക് ഏത് പോയിൻ്റ് എടുത്താലും എമ്മിനൊക്കെ കുറഞ്ഞിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴായി ഫങ്ഷൻ ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈൻ ഫങ്ഷൻ ബൗണ്ടഡ് ഫങ്ഷനാണ്. +1 -1 അതിനുള്ളിലാണല്ലോ ബാക്കി വാല്യൂസ്. അപ്പോൾ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ 1 സൈൻ ഫങ്ഷൻ്റെ 1 0 ഇടയ്ക്ക് അതിൻ്റെ വാല്യൂസൊക്കെ വരുന്നത്. മൂന്നാമത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂയിറ്റീസ്. ഈ ഡിസ്കണ്ടിന്യൂറ്റി ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് -π മുതൽ x = 0 ഈ പോയിൻ്റ് വരുമ്പോഴത്തേക്ക് ഫങ്ഷന് ഒരു വാല്യൂയിലെത്തിച്ചേരുക. പെട്ടെന്ന് അതേ പോയിന്റിൽ തന്നെ ഫങ്ഷൻ മറ്റൊരു വാല്യൂയിലേക്ക് അബ്രപ്റ്റായിട്ട് മാറുക. അപ്പോൾ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ fx മൈനസ് എന്ന് പറയും. ഈ പൊസിഷൻ നമ്മൾ fx മൈനസ് എന്ന് അങ്ങോട്ട് നൊട്ടേഷൻ കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫങ്ഷൻ fx മൈനസിൽ എത്തിച്ചേരുന്നു. റൈറ്റിൽ നിന്ന് ഈ ഫങ്ഷനെ അപ്രോച്ച് ചെയ്താൽ അതേ പൊസിഷനിൽ തന്നെ ഫങ്ഷൻ്റെ വാല്യൂ fx പ്ലസ് എന്ന് പറഞ്ഞ മറ്റൊരു വാല്യൂ. അപ്പോൾ പെട്ടെന്നൊരു സഡൻ ചേഞ്ച് അവിടെ വരിക. ഇത് ഞാൻ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുക. ഇത്തരം ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മൾ എടുക്കുന്ന ഇൻ്റർവെല്ലിന് ഇടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം പരിമിതമായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം എന്നാണ് ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ പറയുന്നത്. അതിന് കാരണം ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഫങ്ഷനെ നമ്മൾ a-നും b-നും ഒക്കെ കാണാനായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് -π ടു ദിസ് 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ 0 to π രണ്ട് ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി കൂടുന്തോറും നമ്മൾ സ്റ്റെപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ കൂടി വരും. അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. ഫങ്ഷൻ ഈ -πക്കും +πയും എടുത്തു കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിനുള്ളിൽ പല മാക്സിമങ്ങളും മിനിമങ്ങളും വരാം. അത് ഇൻഫൈനൈറ്റ് നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ മാക്സിമങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം മാക്സിമങ്ങളാണ്. ഈ വളരെയേറെ മാക്സിമങ്ങളുണ്ടെങ്കിൽ ഈ മാക്സിമങ്ങളെല്ലാം വളരെ അടുത്തടുത്ത് വരും. ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഈ മാക്സിമം എല്ലാം കൂടെ ചേർത്ത് അതൊരു പുതിയ ഫങ്ഷനാണ്, മറ്റൊരു ഫങ്ഷനായിട്ട് മാറുക. അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആയിരിക്കണം. പരിമിതമായ മാക്സിമങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. അഞ്ചാമത്തെ പോയിൻ്റ് റെപ്പറ്റീഷനാണ്. അതായത് -π to +π ഇതാണ് നമ്മുടെ ഇൻ്റർവൽ. അപ്പോൾ ഈ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് π അല്ല 2π. ഈ 2π കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഈ ഫങ്ഷൻ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഈ ഫങ്ഷൻ്റെ വാല്യൂ -π to +π ഫങ്ഷൻ fx ആണ് എങ്കിൽ π to 3π ഇത് 3π വരണ്ടേ. π to 3π ഫങ്ഷൻ ഇത് തന്നെ ഇതേ സ്വഭാവം കാണിക്കണം എന്ന് പറഞ്ഞാൽ fx + 2π മസ്റ്റ് ബി സെയിം ആസ് fx. ഇത് ആണ് ഈ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻസ് എന്ന് പറയുക. അപ്പോൾ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻസ് 5 ഞാനീ പറഞ്ഞത്.
ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഈ സീരീസ് എസ് പി ഓഫ് എക്സ് a0/2 പ്ലസ് സിഗ്മ ഓവർ n equals 1 to p of an cos nx plus bn sin nx. This converges to fx as p tends to infinity at values of x for which fx is continuous. fx കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഭാഗത്ത് ഈ സീരീസ് എഫ് എക്സ് ആയിട്ട് മാറണം. ഇത് വർക്കൗട്ട് ചെയ്താൽ ഇത് എഫ് എക്സിന് തുല്യമാവണം. അല്ലെങ്കിൽ ഈ കാണുന്ന സീരീസ് എഫ് എക്സ് എന്ന് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് എക്സ് ഈക്വൽസ് എക്സ് എന്നിരിക്കട്ടെ എങ്കിൽ ഈ ആ ഇൻ്റർവെലിനുള്ളിൽ, അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഭാഗത്ത്, ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗത്ത് ഈ സീരീസ് വർക്കൗട്ട് ചെയ്താൽ എക്സ് എന്ന് കിട്ടണം എന്നർത്ഥം. നേരെ മറിച്ച് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളിടത്താണെങ്കിൽ ഈ സീരീസ് എഫ് എക്സ് മൈനസ് പ്ലസ് എഫ് എക്സ് പ്ലസ് ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറണം. ഇതാണ് ഡിറിലെറ്റ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡിറിലെറ്റ്സ് തിയറം, ദി സീരീസ് എസ് പി ഓഫ് എക്സ് ഈക്വൽസ് a0/2 പ്ലസ് സിഗ്മ ഓവർ n equals 1 to p of an cos nx plus bn sin nx converges to fx as p tends to infinity at values of x for which fx is continuous, and to fx plus എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റിയിലേക്ക് എത്തുമ്പോൾ ഫങ്ഷൻ എത്ര ആകുന്നു, അത് എഫ് എക്സ് പ്ലസ് എഫ് എക്സ് മൈനസ് റൈറ്റിൽ നിന്നും ഇത് ഡിസ്കണ്ടിന്യൂറ്റിയിലേക്ക് വരുമ്പം ഫങ്ഷൻ എത്തിച്ചേരുന്ന വാല്യൂ എഫ് എക്സ് മൈനസ് അതിൻ്റെ ആവറേജ് ബൈ 2 അറ്റ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതാണ് ഡിറിലെറ്റ്സ് തിയറം. ഇനി മറ്റൊരു പോയിൻ്റ് കാണാം. മറ്റൊരു പോയിൻ്റ്, എഫ് എക്സ് ഒരു ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4 ഇതൊക്കെ ഈവൻ ഫങ്ഷൻസാണ്. കോസ് എക്സ് ഈവൻ ഫങ്ഷൻ. അങ്ങനെ എഫ് എക്സ് ഒരു ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ ഫ്യൂരിയർ സീരീസിൽ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ ഫ്യൂരിയർ സീരീസിൽ എ എൻ കോസ് എൻ എക്സ് ഉണ്ട്, ബി എൻ സൈൻ എൻ എക്സും ഉണ്ട്. പക്ഷെ എഫ് എക്സ് ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ സൈൻ ടേംസ് ഒന്നും ഒക്കെ ഡിസപ്പിയർ ചെയ്യും. ഫ്യൂരിയർ സീരീസിൽ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാവൂ. നേരെ മറിച്ച് എഫ് എക്സ് ഓഡാണെങ്കിൽ, ഒരു ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ഫ്യൂരിയർ സീരീസിൽ സൈൻ ടേംസ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5 ഇതൊക്കെ ഈ ഓഡ് ഫങ്ഷൻസാണ്. അതായത് എക്സിൻ്റെ സൈൻ മാറ്റുമ്പോൾ ഫങ്ഷൻ്റെ സൈൻ മാറും. എക്സ് മൈനസ് എക്സ് ആകുമ്പോൾ എക്സ് ക്യൂബ്, മൈനസ് എക്സിൻ്റെ ക്യൂബ് എടുത്താൽ മൈനസ് എക്സ് ക്യൂബ് എന്നാവും. അത് എക്സ് സ്ക്വയർ, എക്സ് മൈനസ് എക്സ് എന്നെടുത്താൽ എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഫങ്ഷൻ്റെ സൈൻ മാറില്ല. അതാണ് ഈവൻ ഫങ്ഷൻ. ദി അതർ ഈസ് ഓഡ് ഫങ്ഷൻ. സൈൻ എക്സ് ഓഡ് ഫങ്ഷനാണ്, കോസ് എക്സ് ഈവൻ ഫങ്ഷനാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ തിയറമായത്. നമുക്കതിൻ്റെ ഒരു ചെറിയ പ്രൂഫ് ഒന്ന് കാണാം. ഇപ്പോൾ എഫ് മൈനസ് എക്സ് ഈക്വൽസ് എഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫങ്ഷനാണ്. എഫ് മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് ഓഫ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓഡ് ഫങ്ഷൻ. ഇഫ് എഫ് എക്സ് defined in the interval minus pi is even, the Fourier series has cosine terms only, and the coefficients are given by an equals 2 by pi. അവിടെ 1 by pi into integrals minus pi to plus pi എന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ n equals 2 by pi integral 0 to pi of fx cos nx dx and bn equals 0. Sin terms disappear. And if fx is odd, the series has sine terms only, and the coefficients are given by an equals 0 and bn equals 2 by pi integral 0 to pi fx sin nx dx. ഇത് പ്രൂവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാൽക്കുലസിൽ ഇപ്പോൾ എക്സ് സ്ക്വയർ ഈവൻ ഫങ്ഷനാണ്.
ഈ രണ്ട് ലിമിറ്റിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ -a to +a ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുമ്പോൾ x³/2 വിത്തിൻ ദി ലിമിറ്റ്സ് -a to +a ദറ്റ് ഈസ് 1/3 ഇൻറ്റു ലിമിറ്റ് ഇടുമ്പോൾ a³ -a ക്യൂബ്. ഈ മൈനസ് പുറത്ത് എന്നിട്ട് പ്ലസ് ആവും. ഇപ്പോൾ ചുരുക്കത്തിൽ 1/3 ഇൻറ്റു 2a³ എന്നാണ്. 2a³ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 2a³/3 എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ -a to +aക്ക് പകരം 0 to a x² dx. ഇത് ചെയ്താൽ ഇത് തന്നെ റിസൾട്ട് കിട്ടും. ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ചുരുക്കത്തിൽ ഒരു ഈവൻ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വിതിൻ ദി ലിമിറ്റ്സ് -a to +a ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ലിമിറ്റ് -a to a എന്നുള്ളത് 0 to എന്നാണ്. ഇതുപോലെ ഒരു ഓഡ് ഫംഗ്ഷൻ എടുത്താൽ x³ ഒരു ഓഡ് ഇവിടെ ഒരു ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ x² ഇൻറ്റു എക്സ് ആണെന്നിരിക്കട്ടെ. ഇതാണ് x³ ഇതിപ്പോൾ ഓഡായി. ഈവൻ ഇൻറ്റു ഓഡ് വരും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത x⁴/4 വിതിൻ ദി ലിമിറ്റ്സ് -a to +a ദറ്റ് ഈസ് 1/4 ഇൻറ്റു a⁴ -a⁴. ഈ മൈനസ് അങ്ങ് പ്ലസ് ആകുമല്ലോ. a⁴ -a⁴ 0 എന്ന് വരും. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ഓടും കൂടെ ചേർന്നാൽ ഈ ഇൻറ്റഗ്രൽ അങ്ങ് 0 ആകും. ഇത് മനസ്സിലിരുന്ന ഈ പ്രൂഫ് എളുപ്പമാണ്. അപ്പോൾ ലെറ്റ് f(x) ബി ഈവൻ. അങ്ങനെയെങ്കിൽ f(x) cos nx ഈവനാണ്. കാരണം cos nx ഈവനാണ്. ഈവൻ ഇൻറ്റു ഈവൻ ഈസ് ഈവൻ. x² ഇൻറ്റു x⁴ x⁶ എന്നൊക്കെ വരുമല്ലോ. എങ്കിൽ an = 1/π to π f(x) cos nx dx. നമുക്ക് മുമ്പേ നമ്മൾ കണ്ട കാര്യം അനുസരിച്ച് 1/π ഇൻറ്റു ഇതിപ്പോൾ ഈവൻ ആയതുകൊണ്ട് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to π ഓഫ് f(x) cos nx dx ഓർ 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞ തിയറം. ഇനി sin nx ഓടാ. അപ്പോൾ f(x) ഇൻറ്റു sin nx എന്ന് പറഞ്ഞാൽ ഓട് വരും. ഈവൻ ഇതിപ്പോൾ ഈവൻ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഈവൻ ഇൻറ്റു ഈവൻ. ഇവിടെ ഈവൻ ഇൻറ്റു ഓടെന്ന് വരും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈവനായിട്ട് വരും. എന്നിട്ട് ഈ -π to +π ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് വരും. അപ്പോൾ ചുരുക്കത്തിൽ an = 2/π ഇൻറ്റഗ്രൽ 0 to π f(x) cos nx dx ആൻഡ് bn = 0. ഫസ്റ്റ് പാർട്ടായി. സെക്കൻഡ് പാർട്ട് ഇതുപോലെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഇത്രയും കാര്യം ഈ പോസിങ് ഞാൻ നിർത്തുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഉണ്ട്. ഇതിൻ്റെ കോംപ്ലക്സ് ഫോം, ലിമിറ്റ് ഇൻ്റർവെല് മാറ്റുന്ന കേസ്, പിന്നെ നമുക്ക് ട്രാൻസ്ഫോംസ് ആണ്. ഞാൻ ഈ കോൺസെപ്റ്റിന് സ്ട്രെസ് ചെയ്താണ് ഈ എൻ്റെ ഡിസ്കഷൻസ് കൊണ്ടുപോവുക. ഇത് കഴിഞ്ഞാണ് ട്രാൻസ്ഫോംസ്, ലാപ്ലാസ് ട്രാൻസ്ഫോം, ഫ്യൂരിയർ ട്രാൻസ്ഫോം, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സൊക്കെ വളരെ ആവശ്യമുള്ളതാണ്. താങ്ക് യു.